ഹലോ ഗൈസ്, ഇന്നിപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ വിൻഡോസ് 11ൻ്റെ സ്പെസിഫിക്കേഷനും മിനിമം റിക്വയർമെൻറ്റും നമ്മളുടെ കമ്പ്യൂട്ടറിനോ ലാപ്ടോപ്പിനോ ഇത് അവൈലബിൾ ആണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് വിൻഡോസിൻ്റെ സൈറ്റിൽ കയറാം. വിൻഡോസിൻ്റെ സൈറ്റിൽ കയറാത്ത ആൾക്കാരുണ്ടെങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇത് ഓൾറെഡി ഞാൻ കണ്ടുകൊണ്ടും ഒരുവിധ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അധികം കൂടുതൽ പറയുന്നില്ല. എന്നാലും നമുക്കിത് അവൈലബിൾ ആണോ എന്ന് അറിയാനായിട്ട് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിനിമം റിക്വയർമെൻറ്റ് കാര്യങ്ങൾ കാണാം. അപ്പോൾ അതിൽ 4GB റാം, 64GB ഹാർഡ് ഡിസ്ക് സ്പേസ് ആണ് പറയണത്. പിന്നെ TPM എന്ന് പറഞ്ഞിട്ട് ഒരു 0.2 എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവർ. അപ്പോൾ ഇത് നമ്മളുടെ കമ്പ്യൂട്ടറിന് അവൈലബിൾ ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ അവരിവിടെ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഓപ്പണായി വരും. ഓപ്പണായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെക്ക് നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടെ ഗ്രീൻ കളറിൽ ടിക്ക് മാർക്ക് ഉണ്ടാവും. എന്നിട്ട് റെഡി ടു ഇൻസ്റ്റാൾ എന്നുള്ള കാര്യം പറയുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. എൻ്റെ ഡെസ്ക്ടോപ്പിൽ എനിക്ക് അവൈലബിൾ അല്ല വിൻഡോസ് 11 എന്നുള്ള അപ്ഡേറ്റ്. സോ അത് ക്ലോസ് ചെയ്യാം. ഇത് തന്നെ അല്ലാതെ പിന്നെ നമുക്ക് ഡയറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് തന്നെ പേഴ്സണലി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈ കമ്പ്യൂട്ടറിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മാനേജ് എടുക്കുക. മാനേജ് ഇപ്പോൾ വരും. ദെൻ അതിൽ ഡിവൈസ് മാനേജർ എടുക്കുക. അതിൽ സെക്യൂരിറ്റി ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കാം. ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ 2 എന്നുള്ളതാണ് TPMൻ്റെ ഫുൾ ഫോം. അത് നമുക്കിവിടെ ഓക്കെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ലാപ്ടോപ്പിൽ നമുക്ക് വിൻഡോസ് 11 അവൈലബിൾ ആയത്. അതുപോലെ തന്നെ നമുക്ക് വിൻഡോസ് 6 അടിച്ചു കഴിഞ്ഞാൽ TPM.MSC ഓക്കെ അടിക്കുക. ദെൻ ഒരു വിൻഡോ പുതിയത് വരും. ഇതിലും നമുക്ക് കാണിക്കാൻ പറ്റും ഏത് വെർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ കാണിക്കും. 02 ആണെങ്കിൽ 02, 1.2 ആണെങ്കിൽ 1.2 അതങ്ങനെ കാണിക്കും. ഇതാണ്. ഇനിയിപ്പോൾ ഇതല്ലാത്ത അവൈലബിൾ അല്ലാത്ത PC-യിൽ എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലാണ് ലോഗിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ TPM അവൈലബിൾ ആണോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മൈ കമ്പ്യൂട്ടർ എടുക്കുന്നുണ്ട്. മൈ കമ്പ്യൂട്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മാനേജ് കൊടുക്കുക. മാനേജ് ഇപ്പോൾ വരും. മാനേജ് കഴിഞ്ഞാൽ ഡിവൈസ് മാനേജർ എടുക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ഓപ്ഷൻ ഇവിടെ എനിക്ക് അവൈലബിൾ അല്ല, കണ്ടോ, ഇതിലില്ല. അതേപോലെ തന്നെ നമ്മൾ വിൻഡോസ് കീ +R അടിച്ചു കഴിഞ്ഞ് നമുക്ക് TPM.MSC ഓക്കെ കൊടുക്കുക. കഴിഞ്ഞാൽ നമുക്ക് പുതിയ വിൻഡോയിൽ നമുക്ക് കാണിക്കും. ഇതിൽ നമുക്ക് TPM ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ, അവിടെ നമുക്ക് വേർഷൻ 2s കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു. ഇതിലിപ്പോൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ആ സോഫ്റ്റ്വെയർ എന്താണ് വിൻഡോസിൻ്റെ PC ഹെൽത്ത് ചെക്ക്. ഓക്കെ, അതിൽ ചെക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കും അവൈലബിൾ അല്ല എന്നുള്ളതും. നിങ്ങളുടെ TPM എനേബിൾ ആക്കാൻ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ബോക്സ് തരും. ഇതിൽ റെഡിൽ ടിക്ക് മാർക്ക് ഇൻറ്റു മാർക്ക് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വിൻഡോസ് 11 അപ്ഡേറ്റ് എൻ്റെ ഡെസ്ക്ടോപ്പ് PCക്ക് ഇല്ല. സോ എങ്ങനെയാണ് നമുക്ക് വിൻഡോസിൻ്റെ അപ്ഡേഷൻ കിട്ടോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ.